എല്ലാ പ്രവാചകന്മാരും ശ്രദ്ധിച്ചു കേട്ടോളണേ, എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു ആഖിറത്തിൽ വിളിച്ചു നിർത്തി. എന്നിട്ട് പ്രവാചകന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ പ്രബോധനം ചെയ്തോ? നിങ്ങൾ എന്താ കരുതിയേ? നമുക്കിപ്പോ എന്താണ്, ഇപ്പൊ എന്തെല്ലാം പറയുന്നുണ്ട്, കമന്റ്സുകൾ വായിച്ചു നോക്കി അറിയാം. തട്ടമിട്ട മൗലവി, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ? ചില ആള് ഈ നമ്മുടെ കമന്റ് എഴുതുന്ന ആളുകളുണ്ടല്ലോ, പല സ്ഥലങ്ങളിൽ നിന്ന് കമന്റുകൾ നമ്മൾ പരിശോധിക്കാറില്ല, നോക്കാറില്ല, അതാ കളയലാ പതിവ്. ചിലപ്പോഴൊക്കെ നോക്കി പോകുമ്പോ ചില ആളുകളൊക്കെ കമന്റ് ഇടും. അത് നമുക്ക് വേണ്ടപ്പെട്ട ചില ആളുകളും അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള നാട്ടിലുള്ള ചില ആളുകളും ഒക്കെ ആകാം. ചിലപ്പോ അങ്ങനെയുള്ള ആളുകൾ എന്റെ ശബ്ദം ഇപ്പൊ നിലവിൽ കേൾക്കുന്നുണ്ടാവാം, അത് പോട്ടെ. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ കമന്റുകൾ ഇടുന്നവരുണ്ടല്ലോ, അവര് പറയുന്നത് നമുക്ക് എന്താണ് ഇതിൽ ഇത്ര ഉത്സാഹം ഈ വിഷയത്തില്, പെണ്ണുങ്ങളെ പറ്റി പറയാനും വിഷയങ്ങളെ പറ്റി പറയാൻ എന്താണ്? നാളെ റബ്ബ് ചോദിക്കും. 10 വർഷം പൊതുജനങ്ങളുടെ ചാപ്പാട് കഴിച്ചവരാ അബ്ദുൽ ഹാദി ഉസ്താദും ഞാനും മസൂദ് ബാക്കവിയും സജീർ ഫൈസി ഇരിക്കുന്ന ഉസ്താദുമാരും ഒക്കെ. നിങ്ങളുടെ ചാപ്പാടല്ലേ അബ്ദുൽ ഹാദി ഉസ്താദ് 13 വർഷം കൊണ്ട് തിന്നുന്നത്? പെണ്ണുമ്പുള്ള കൊടുക്കുന്ന ഒരു ദിവസം 2 ദിവസം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ആഹാരം നിങ്ങൾ തരുന്ന എന്തിനാ? ഈ 15 വർഷം മാത്രമേ ഞാൻ എന്റെ വാപ്പയും തന്ന ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പഠിച്ച സ്ഥലങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ പോലെ ഞാൻ കണ്ടിരുന്ന എന്റെ പ്രിയപ്പെട്ട ആ മാതാപിതാക്കൾ അവര് തന്ന ഭക്ഷണമാണ് ഞാൻ കഴിച്ചത്. 2 വർഷം ജാമിഅ മന്നാനിയ സർവകലാശാലയിൽ പൊതുസമൂഹം സംഭാവന കൊടുക്കുന്നതിന്റെ ആ ഉപ്പും മുളകും ചോറുമാണ് ഞാൻ കഴിച്ചത്. എന്തിനാ എന്നെ ഈ തീറ്റിപ്പോറ്റിയത്? ദീൻ പറയാനാണ്, ഹക്ക് പറയാനാണ്. ഇല്ലെങ്കിൽ നാളെ എന്നോട് അള്ളാഹു ചോദിക്കും, ഉറപ്പാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇപ്പൊ ആരെങ്കിലും പേടിച്ചിട്ട് എന്തെങ്കിലും മറച്ചു വെച്ചാൽ അത് നാളെ അള്ളാഹ് ചോദിക്കും, ഒരു സംശയം അക്കാര്യത്തിലില്ല. അതുകൊണ്ട് ഞാൻ സെൻട്രൽ ജുമാ മസ്ജിദിലെ ജുമയ്ക്ക് ഞാൻ പറയാനുള്ളത് പറയും. വർഷം തോറും ഞാൻ ചോദിക്കും, തുടരണോ മതിയാക്കണോ? തുടർന്നോളി ഉസ്താദേ, കുഴപ്പമൊന്നുമില്ല. ശരി, മതിയാക്കണമെന്ന് അവർക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിൽക്കണ ശരിയല്ലല്ലോ, അത് ശരിയല്ലല്ലോ. ഇമാമിനെ മാറ്റണമെന്ന കമ്മിറ്റിക്കാർക്ക് മോഹം ഉണ്ടെങ്കിൽ തൂങ്ങിക്കിടക്കാനും പിടിച്ചു നിൽക്കാനും കസേരയെ തന്നെ ഈ സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചാലി കയറി ഇരിക്കാനൊന്നും നമ്മളെ കിട്ടൂല. എന്തുകൊണ്ടാണ്? നമുക്കൊരു ബാധ്യതയുണ്ട്, ദീൻ പ്രചരിപ്പിക്കണം. അത് ദീനാകണം. മർക്കട മുഷ്ടി പാടില്ല, വക്രബുദ്ധി പാടില്ല, അപ്പുറം ചായാൻ പാടില്ല. നേർരേഖയിൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം. സംഘടനാ സംയുക്തം പാടില്ല. ആരാന്റെ തൃപ്തിക്ക് പറയരുത്, വല്ല ഭാഗങ്ങളിലും ചേർന്ന് പറയരുത്. ദീനിന് യഥാർത്ഥ ദിശ അത് പറയാൻ കഴിയണം, അത് പറയണം. കാരണം എല്ലാ പ്രവാചകന്മാരെയും പരലോകത്ത് അല്ലാഹു വിളിച്ചു നിർത്തിയിട്ട് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാൻ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പ്രവാചകന്മാരോട് ചോദിക്കും, നിങ്ങൾ കേൾക്കണേ, പ്രവാചകന്മാരോട് ചോദിക്കും, നിങ്ങൾ ദഅവത്ത് നടത്തിയോ? ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തോ? പ്രവാചകന്മാര് പറയും, ബല അല്ലാഹ്, ഞാൻ ചെയ്തു, ഞാൻ ദഅവത്ത് ചെയ്തു. നൂഹ് നബി പറയും, ഈസാ നബി പറയും, മൂസാ നബി പറയും, എല്ലാ പ്രവാചകന്മാരും പറയും, ഞാൻ എത്തിച്ചു കൊടുത്തു, ഞാൻ അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇത് പറയുമ്പോ അള്ളാഹു പിന്നെ ചോദിക്കുന്നത് ആരോടെന്നറിയോ? ആ ജനതയോടാ ചോദിക്കുന്നത്. നമ്മളോടൊപ്പം ചോദ്യമില്ല കേട്ടോ, നമ്മളെങ്ങനെ നിൽക്കുക VIP കളായിട്ട്. അപ്പൊ ഈ ജനതയോട് അള്ളാഹു ചോദിക്കും, ഈ പറഞ്ഞ ശരിയാണോ? ഈ പ്രവാചകന്മാരെ നിങ്ങൾക്ക് പ്രസംഗിച്ചിരുന്നോ? ഈ പ്രവാചകന്മാരെ നിങ്ങൾക്ക് ദഅവത്ത് നടത്തിയിരുന്നോ? ആ സമയത്ത് അവര് പറയും, ഇല്ല പടച്ചോനെ, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഇത് പച്ച കള്ളം പറയാ. ഈ പ്രവാചകന്മാര് പച്ച കള്ളം പറയുന്നതാണ്. ഇത് ബുഖാരിയാണ് ഹദീസ്. ഞങ്ങള് ഇതുവരെയും ഈ നിന്നെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങളോടൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് കൈപിടിച്ചിട്ട് രക്ഷപ്പെടുത്താൻ ഈ പ്രവാചകന്മാരാരും ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു പ്രസംഗം കേട്ടിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് വീണ്ടും അള്ളാഹു ചോദിക്കും, എന്തായി പറയുന്നേ? നിങ്ങളല്ലേ പറഞ്ഞത് ദഅവത്ത് ചെയ്തിട്ടുണ്ട് എന്ന്? അതേ പടച്ചവനെ, ഞങ്ങൾ ദഅവത്ത് ചെയ്തു. നിങ്ങൾക്ക് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും സാക്ഷിയുണ്ടോ? കോടതിയാണ്, അള്ളാന്റെ കോടതി.
വഞ്ചിയൂർ കോടതിയും കേരള ഹൈക്കോടതിയും ഡൽഹി സുപ്രീം കോടതിയും ഒക്കെ അള്ളാഹുവിന്റെ കോടതിയുടെ ചില ടെസ്റ്റ് ഡോസ് മാത്രമാണ്. മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു തന്നതാണ്. കോടതിയിൽ തെളിവ് വേണം, സാക്ഷികൾ വേണം. അള്ളാഹ് ചോദിക്കും, നിങ്ങൾക്ക് സാക്ഷികൾ വല്ലതും ഉണ്ടോ? ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാരോടായി ചോദിക്കുന്നത്. അവർ പറയുന്നു ഞങ്ങൾ എത്തിച്ചു കൊടുത്തു. ഈ ഖൗം പറയുന്നു എത്തിച്ചു തന്നില്ല. അപ്പൊ അള്ളാഹുവിന് എന്താ നടപടി എടുക്കേണ്ടത്? ചോദിക്കുന്നു, നിങ്ങൾക്ക് തെളിവ്, നിങ്ങൾക്ക് സാക്ഷികൾ വല്ലതും ഉണ്ടോ? ഉണ്ട്. ആരാ? പൂവച്ചലുള്ള ആളുകളാ, ഉമ്മത്ത് മുഹമ്മദാണ് ഞങ്ങൾക്ക് സാക്ഷികൾ. എന്നാ അവരെ കൊണ്ടുപോവാ. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ ആഖിറം എന്ന കോടതിയിലേക്ക് ക്ഷണിക്കപ്പെടും. നമ്മളെ കൊണ്ട് നിർത്തിയിട്ട് നമ്മളോട് ചോദിക്കും, ഈ പ്രവാചകന്മാർ ഈ ജനങ്ങൾക്ക് ദഅവത്ത് നടത്തിയോ? നമ്മൾ പറയും നടത്തി. എല്ലാ കാര്യവും അവര് അക്കമിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഇവര് കേൾക്കാത്തതിന് അള്ളാഹുവെ നീ പ്രവാചകന്മാരെ പിടിച്ചു നിർത്തരുത്, അവര് ദഅവത്ത് ചെയ്തു, ഞങ്ങൾ സാക്ഷിയാണ്. അള്ളാഹു പറയും, അമ്പിയാക്കൾക്ക് സന്തോഷമായി. അള്ളാഹു പറയും ആ ശരി, എന്നാ പിന്നെ വിധി അനുകൂലമായിട്ട് അവർക്കും നിങ്ങൾക്ക് പ്രതികൂലവുമാണ്. അപ്പോണ്ട് ഇവര് വീണ്ടും വെക്കുക. ഇവര് പറയാണ്, ഇല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ പടച്ചോനെ, ഞങ്ങൾക്ക് ശേഷമല്ലേ ഈ ഉമ്മത്ത് വന്നത്? അതെ. നമുക്ക് ശേഷമല്ലേ ഈ ഉമ്മത്ത് മുഹമ്മദ് വന്നത്? അതെ. പിന്നെങ്ങനെ അവരറിഞ്ഞു ഞങ്ങൾക്ക് ഈ പ്രവാചകന്മാർ ദഅവത്ത് ചെയ്തു എന്ന്? ന്യായം വേണ്ടേ പടച്ചവനെ? ആ സമയത്ത് അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്, ശരിയാണല്ലോ, അള്ളാഹ്ക്കറിയാത്തതല്ല. പ്രിയപ്പെട്ടവരെ, ക്രോസ് വിസ്താരം നടക്കുകയാണ്. ഒബ്ജക്ഷനാണ് അവിടെ. വാദിയും പ്രതികളും സാക്ഷികളും തമ്മിലുള്ള വാഗ്വാദമാണ്. ആ കോടതിയിൽ അതാ നിശബ്ദതയാണ്. ഒരു പിടി മണ്ണ് വാരിയിടാൻ സ്ഥലമില്ല. ഒരു സൂചി വീണാൽ കേൾക്കാൻ പറ്റുന്ന നിശബ്ദത തളം കെട്ടി നിൽക്കുകയാ. ആ സമയത്ത് നമ്മളോട് അല്ലാഹു ചോദിക്കുകയാ, ഈസാ നബിക്ക് ശേഷം സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം, മൂസാ നബിക്ക് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം, നൂഹ് നബിക്ക് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ഭൂമിയിൽ വന്ന നിങ്ങൾ ഈ മൂസായും ഈസായും നൂഹ് നബിയും ശുഐബ് നബിയും ദുൽകിഫ്ൽ നബിയും അൽയസ നബിയും ഈ പറയുന്ന പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിന് ദഅവത്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് എന്ത് ഉറപ്പാ? നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോ നമ്മൾ അവിടെ നിന്ന് പറയുന്നൊരു വാക്കെന്താണെന്നറിയോ? അല്ലാഹുവേ, അർസൽത ഇലൈനാ റസൂലാ. മക്കയിൽ 6-ാം നൂറ്റാണ്ടില് ഞങ്ങൾക്ക് വേണ്ടി ഒരു ദൂതനെ നീ അയച്ചായിരുന്നോ? അല്ല പറയും, അതെ. അൻസൽത ഇലൈനാ കിതാബാ. അദ്ദേഹത്തിന്റെ 40-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് 4.25 കിലോമീറ്റർ അപ്പുറത്ത് 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മുകളിലെത്തുന്ന പ്രകാശിക്കുന്ന പർവ്വതത്വമെന്ന ജബലുന്നൂറിന്റെ മുകളില് ഹിറാ ഗുഹരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് നീ ഒരു ഗ്രന്ഥം ഞങ്ങളുടെ ഹബീബിന് ഇറക്കിയിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നില്ലേ? അല്ല പറയും, അതെ. അഖ്ബർതനാ ഫീഹി ബിതബ്ലീഗിർ റുസുലി. ആ ഖുർആനിൽ നീ പറഞ്ഞില്ലായിരുന്നോ മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തിന് ദഅവത്ത് നടത്തിയിട്ടുണ്ടെന്ന്? നീയല്ലേ അതിൽ പറഞ്ഞത്? അല്ല പറയും, അതെ, അത് തന്നെയാണ് പടച്ചവനെ ഞങ്ങളെ സാക്ഷി നിൽക്കാറ് കാരണമെന്ന് പറയുമ്പോ മദീനയുടെ നേതാവിനെ വിളിക്കുകയാണ്, മുഹമ്മദ് നബിയെ, വരിക വരിക വരിക. അല്ലാഹുവിന്റെ റസൂലിനെ കോടതിയിൽ ഹാജരാക്കുകയാ. ഏത് കോടതിയാണ്? ആ കോടതി സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ അല്ലാഹു അല്ലാത്ത എല്ലാത്തിന്റെയും അൽ ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി എന്നാണല്ലോ. അല്ലാഹ് അല്ലാത്ത എല്ലാത്തിന്റെയും പേരാണ് ആലം. ആ ആലം പടയ്ക്കപ്പെടാൻ കാരണഭൂതരായ റസൂലുള്ളാഹിയെ കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഓ മുഹമ്മദ് നബിയേ, എന്റെ ഹബീബേ, നിങ്ങളുടെ അനുയായികളെ പറഞ്ഞത് ശരിയാണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ശരിയാണ് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഇതാ കോടതിയുടെ ഉത്തരവ് വരികയാ. അംബിയാ മുർസലീങ്ങളുടെ ദഅവത്തിൽ അനുസരിക്കാത്ത ആളുകളെ മുഴുവനും നരകത്തിലേക്ക് വലിച്ചെറിയോ. ഫയൂഖദു ബിന്നവാസി.
والقضاء فبأي آلاء ربكما تكذبان. അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് പടച്ചവന്റെ ദഅവത്തെത്തിയിട്ട് അനുസരണ കാണിക്കാത്ത ഒരു സമൂഹത്തെ ഇതാ യുഖദു ബിന്നവാസ്വി വൽഖദാ, അവരുടെ പിടലിയിലും അവരുടെ കാലിലും പിടിച്ചിട്ട് അല്ലാഹു കുറ്റിക്കാട്ടിലേക്ക് പൂച്ചയെ നമ്മൾ വലിച്ചെറിയുമ്പോൾ നരകത്തിലേക്ക് അങ്ങൊരറ്റ ഇറങ്ങെറിയുകയാ. അവിടെ ആരാ സാക്ഷികളായത്? ഉമ്മത്തു മുഹമ്മദായ നമ്മളാണ് സാക്ഷികളായത്. ഇതെവിടെയെങ്കിലും ഉള്ളതല്ല, സാക്ഷാൽ മഹാനായ ബുഖാരി ഇമാമിന്റെ സഹീഹുൽ ബുഖാരിയിലുള്ളതാ. പക്ഷേ അവിടെയും തീരുന്നില്ല. സൂറത്തുൽ ബഖറ നേരത്തെ പറഞ്ഞതിന്റെ തൊട്ടടുത്ത ആയത്ത് അല്ലാഹു 141-ാമത്തെ ആയത്തിൽ പറയുകയാ, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ഇതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അല്ലാഹു പറയുന്നു വകദാലിക, അതുപോലെ, വകദാലിക അതുപോലെ. ഏതുപോലെ? ഭൂമിയുടെ ആധിപത്യം നിങ്ങൾക്ക് തന്നല്ലോ. 142-ൽ പറഞ്ഞ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 17 മാസക്കാലങ്ങൾക്ക് ശേഷം മസ്ജിദുൽ ഹറമിലെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നിങ്ങളെ തിരിച്ചു നിർത്തിയിട്ട് ഇസ്രായേലികളിൽ നിന്ന് ആധിപത്യം നിങ്ങൾക്ക് തന്ന ഭൗതികമായ പദവിക്ക് പുറമെ ജഅൽനാകും ഉമ്മതൻ വസതാ, നിങ്ങളെ ഞങ്ങൾ മധ്യ സമുദായമാക്കിയിരിക്കുകയാണ്, നീതിയുടെ വക്താക്കളാക്കിയിരിക്കുകയാണ്. ലിതകൂനൂ ശുഹദാ അലന്നാസി, ജനങ്ങളുടെ വിഷയത്തിൽ സാക്ഷികളാകാൻ. വയകൂന റസൂലു അലൈക്കും ഷഹീദാ, നിങ്ങളങ്ങും മസിൽ ഉരുട്ടണ്ട, നിങ്ങൾ പറഞ്ഞതിനെ വാസ്തവീകരിക്കാൻ റസൂലും അവിടെ വരികയാ. സഹോദരങ്ങളെ, ഇത് പരലോകത്തെ ഉമ്മത്തിന് അല്ലാഹു നൽകിയ നേതൃത്വ പദവിയാണ്. ചിന്തിച്ചു നോക്ക്, ഉമ്മത്തിന് അല്ലാഹു നൽകുന്ന ഭൗതിക പദവി ഖിബില മാറ്റത്തിലൂടെ, ആത്മീയമായ പദവി. ഈ കാണുന്ന സകല മനുഷ്യരെയും നരകത്തിലാണോ സ്വർഗത്തിലാണോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഭിപ്രായം ചോദിക്കുന്നത് എന്നോട് നിങ്ങളോടുമാണ്. അല്ലാഹു നമുക്ക് ആ മഹത്വം മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചറിയണം, നമ്മുടെ ഹബീബ് നമ്മളെ മനസ്സിലാക്കണം. നാളെ ഇത്രയും സമുദായത്തിലുള്ള ആളുകൾ മുഴുവനും നിൽക്കുമ്പോ എങ്ങനെ തിരിച്ചറിയും? തിരിച്ചറിയണമല്ലോ. ആ തിരിച്ചറിയാനുള്ള ഒരു ചെറിയ, ഇത്രയും ഞാൻ പറയുമ്പോ തിരിച്ചറിയാനുള്ള അടയാളം നമ്മുടെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ രാത്രി മുതൽ നമ്മൾ ചെയ്യണ്ടേ? അതും കൂടെ പറയാം. അല്ലാഹു നമുക്ക് ഇന്ന് രാത്രി മുതൽ നാളെ റസൂല് പരലോകത്ത് വെച്ച് നമ്മളെ തിരിച്ചറിയുന്നതിന് ഒന്ന് സ്വലാത്താണ്. ധാരാളം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് നമ്മളെ കൃത്യമായി തിരിച്ചറിയും. നമ്മൾ അള്ളാന്റെ റസൂലിന്റെ അടുക്കലായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മഖ്ബറയിൽ ചെന്ന്, ജന്നത്തുൽ ബഖീ ആണെന്നാണ് എന്റെ ഓർമ്മ, ഏതോ ആകട്ടെ, ഒരു മഖ്ബറയിൽ നബി തങ്ങൾ പോയി. അവിടെ ആകാനാണ് ഏറ്റവും വലിയ സാധ്യതയും. ജന്നത്തുൽ ബഖീയിൽ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സലാം പറഞ്ഞു. എന്താ? ബഹുമാനപ്പെട്ട ഹൈദ്രോസ് പാപ്പയുടെ 81ാമത് ആണ്ട് നടത്തപ്പെടുന്ന ഈ വേളയിൽ ഈ മക്കാമിന്റെ മുന്നിലെത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സലാം പറയേണ്ടത്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇതിനപ്പുറത്ത് വേറൊന്നുമില്ലല്ലോ സാർ, ഇതിനപ്പുറത്ത് വേറൊന്നുമില്ല. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, അത് അവർക്ക് വേണ്ടിയിട്ട്. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ്, ഉടനെ തന്നെ ഇവിടെ കിടക്കാൻ നമുക്ക് യോഗ്യതയൊന്നുമില്ല, അപ്പുറത്ത് നമ്മൾ വരും ഇൻഷാ അല്ലാഹ്. ഇതാണ് അർത്ഥം. ഇതാണ് അതിന്റെ അർത്ഥം. അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീൻ. വ്യത്യസ്തമായ സലാം പറഞ്ഞുകൊണ്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബഖീയിൽ നിന്നുകൊണ്ട് സലാം പറഞ്ഞു. സഹാബാക്കൾ ചുറ്റുവട്ടം നിൽക്കുകയാണ്. അപ്പൊ അള്ളാന്റെ റസൂൽ ഈ പറയുന്ന കാര്യം ഇന്ന് മുതൽ ചെയ്യണം.
അല്ലാതെ ഭൂമിയിൽ നമുക്ക് കഅബ കിട്ടി 17 മാസം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സാക്ഷിയാകാൻ വരുന്നു. 7 അയൽപ്പക്കത്ത് അടുപ്പിക്കണമെങ്കിൽ പറയുന്ന കാര്യം ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഖ്ബറയിൽ നിന്നുകൊണ്ട് സലാം പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വദിത്തു അന്നി ഖദ് റഅയ്തു ഇഖ്വാനനാ. എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് വല്ലാതെ മനസ്സ് കൊതിക്കുക, എനിക്ക് കണ്ണ് തുടിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ. അപ്പൊ സഹാബാക്കളിൽ ചില ആളുകൾ ചോദിച്ചു, നബിയേ അലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ? അവൻ പറഞ്ഞു, ബൽ അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബാക്കളാണ്, നിങ്ങൾ എന്റെ സഹാബാക്കളാണ്. അവര് ചോദിച്ചു, പിന്നെ ആരാണ് സഹോദരങ്ങൾ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇഖ്വാനി അല്ലദീന ലം യഅതൂ, എന്റെ സഹോദരങ്ങൾ വന്നിട്ടില്ല, അവരിനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തവര് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഖ്വാനിങ്ങളാ. സഹോദരൻ എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ എത്ര അർത്ഥവത്തായ പേരാണ്, പദവിയാണ് നമുക്ക് തന്നത്, എത്ര ചേർത്താ നമ്മളെ നിർത്തിയിരിക്കുന്നത്. സഹോദരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയുമല്ലോ, ഉദരത്തിൽ സഹവസിച്ചവൻ, അതാണ് സഹോദരൻ. ഉദരത്തിൽ സഹവസിച്ചവരാണ് സഹോദരൻ. വയറ്റിൽ കൂടപ്പുറപ്പെന്ന് ഇന്നത്തെ പുതിയ വർഷം കൂടപ്പുറപ്പ്. അപ്പൊ ഈ കൂടപ്പുറപ്പെന്ന് നമ്മളെ അഭിസംബോധന ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാ, ഞാൻ കാത്തിരിക്കുകയാണ് അവരെ. സഹാബാക്കൾക്ക് വല്ലാത്തൊരു വിഷമം എന്ന് പറഞ്ഞാൽ അതൊരു കുശുമ്പോ അസൂയോ അല്ല, മറിച്ച് അവർക്ക് ഒരു വിരഹം. കാരണം എന്താണ്? അള്ളാന്റെ ഹബീബിന്റെ ആ സഹോദരങ്ങളാകാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം. ആ സമയത്ത് ചോദിച്ചു, നബിയേ നിങ്ങൾ അവരെ എവിടെ കാത്തിരിക്കും? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇന്നാ വഅന ഫറതുഹും അലൽ ഹൗലി, ഹൗലുൽ കൗസറിന്റെ ചാരത്ത് ഞാൻ അവരെ കാത്തിരിക്കുന്നതാ, അവിടെ വരാത്തവരാരുമില്ല. കല്യാണത്തിന് പോയാൽ ഒരാളെ കിട്ടണം, എവിടെ നോക്കണം? പറ. കല്യാണത്തിന് പോയാൽ ഒരാളെ കാണണമെങ്കിൽ എവിടെ പോണം? പള്ളിയിൽ നിക്കാഹിന്റെ സദസ്സിൽ പോയാൽ കാണൂല. സെക്രട്ടറി ഒരു കവറുമായിട്ട് വരും, പിന്നെ നിക്കാഹിൽ കൊടുക്കുന്ന ആളും കാണും, ഇത് ചെല്ലാൻ വേണ്ടി വന്ന പുതിയാപ്പിളയും കാണും, കുറെ അമ്മാവന്മാര് മാമന്മാര് കൊട്ടേഷൻ അടിക്കാൻ വേണ്ടി അവരും കാണും. പിന്നെ കാണുന്ന ആരാ? 2 സാക്ഷികൾ, പിന്നെ പാവപ്പെട്ട കുറെ ആളുകൾ, ഇബാദത്ത് മനസ്സിലാക്കിയ കുറെ ആളുകൾ കാണും. ബാക്കിയുള്ളവരൊക്കെ എവിടെ കാണും? പാചകപ്പുരയുടെ അടുത്ത് ആഹാരം കഴിക്കുന്ന സ്ഥലത്ത് കാണും. അള്ളാന്റെ റസൂല് പറയാ, അന ഫറതുഹും അലൽ ഹൗദി, ആഖിറത്തിൽ വന്നാൽ കാത്തു നിൽക്കാൻ പറ്റിയ സ്ഥലം ഹൗലുൽ കൗസറിന്റെ അടുത്താ. കാരണം എല്ലാം ദാഹിച്ചു വിശന്ന് വലഞ്ഞ് വരുമ്പോ അവിടെ വരാതിരിക്കൂലല്ലോ. പക്ഷെ എല്ലാവർക്കും വെള്ളം കിട്ടും, അതും മറ്റൊരു വിഷയമാണ്. ഞാൻ ഹൗലിന്റെ അവിടെ കാത്തു നിൽക്കും. ആ സമയത്ത് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവര് വരുമ്പോൾ ലോകത്തുള്ള എല്ലാ ജനവിഭാഗവും അവിടെ വരുമല്ലോ, എല്ലാ സമുദായത്തിലുള്ള ആളുകളും വരുമല്ലോ, അങ്ങയുടെ അനുയായികളെ എങ്ങനെയാണ് തിരിച്ചറിയുക? അല്ലാഹുവിന്റെ റസൂല് ആ നിമിഷം തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരാൾക്ക് കുറെ കുതിരക്കൂട്ടങ്ങളുണ്ട്, എല്ലാ കുതിരയ്ക്കും മുഖവും കൈകാലുകളും വെളുത്തതാ. എന്നാൽ ചില കുതിരകൾ അതിനിടയിലെ കറുത്ത കുതിരകളുമുണ്ട്. എന്നാൽ കറുത്ത കുതിരകളുടെ ഇടയിൽ നിന്ന് കൈയും കാലും മുഖവും വെളുത്ത കുതിരകളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല റസൂലേ. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് പറയുകയാ, എന്നാൽ എനിക്കും ബുദ്ധിമുട്ടില്ല. ഇന്നഹും യഅതൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ സമുദായത്തിലുള്ള ആളുകൾ വരുന്നത് ഖുർറന മുഹജ്ജലീന മിനൽ വുളൂ, ഖുർറന മുഹജ്ജലീ, കൈയും
കാലും വെളുത്തിരിക്കുന്നതാണ്, മുഖവും വെളുത്തിരിക്കുന്നതാ, കൈ കാലിനും മുഖത്തിനും വല്ലാത്തൊരു പ്രകാശം കാണുന്നതാ. അത് എങ്ങനെയാണ് ആ ഒരു പ്രകാശം കിട്ടുന്നത്? ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയാൽ കിട്ടുന്നതല്ല, ബ്യൂട്ടീഷ്യന്റെ അടുത്ത് പോയാൽ കിട്ടുന്നതല്ല. ആ പ്രകാശം എങ്ങനെയാണ് ഉണ്ടാക്കുക? പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു കാര്യത്തിലൂടെയാണ് മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് പറയുന്നു, മിനൽ വുളൂ, അവരെടുക്കുന്ന വുളൂ ഉണ്ടല്ലോ, വുളൂ ചെയ്യുന്നവരാണല്ലോ, ആ വുളുവെടുക്കാൻ വെള്ളം കോരികിട്ട് മുഖമൊന്ന് കഴുകുമ്പോ ആ മുഖം ഇങ്ങനെ പ്രകാശിക്കുന്ന ആളെ പരലോകത്ത് വെള്ളം കോരിയിട്ട് കയ്യിലേക്ക് ഒഴിച്ചിട്ട് കൈ കഴുകുമ്പോ ആ കൈ പ്രകാശിക്കുന്ന ആളെ പരലോകത്ത് കാല് കഴുകുമ്പോൾ കാല് കഴുകുന്നു, കാല് കഴുകുമ്പോൾ കാല് നാളെ പ്രകാശിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് ഓരോരുത്തരെ നോക്കുകയാ, കൈയും കാലും മുഖവും വെളുത്തവരെ എല്ലാം മാറ്റി നിർത്തുന്നു. ഇത് എന്റെ അനുയായിയാണ്. നോക്കുമ്പോ കൈകാലും മുഖവും വെളുക്കാത്ത ചില ആളുകളുണ്ട്, പൊക്കോ, നീ എന്റെ ആളല്ല. അല്ലാ അല്ലാ, ജനിച്ചിട്ട് നിസ്കരിക്കാത്ത കഴുതേ, ജീവിതത്തിൽ ഒളിവെടുക്കാത്ത തെമ്മാടിയേ, നിന്നെ എങ്ങനാടാ റസൂല് തിരിച്ചറിയുക? നടന്ന് കുടിച്ചുകൊണ്ട് നടക്കുന്നവനെ, പലിശയുടെ കണക്കെടുത്തിയിട്ട് വയറും വെച്ചുകൊണ്ട് പലിശ തിന്നുകൊണ്ട് ജീവിക്കുന്നവനെ, രാവും പകലുമില്ലാതെ കള്ളു കുടിച്ച് നടക്കുന്നവരെ, നിന്നെ എങ്ങനാണ് റസൂല് തിരിച്ചറിയുക? കുപ്പി വാങ്ങി തന്നവൻ അവിടെ വരൂലടാ, നിന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചവൻ അവിടെ വരൂലടാ. അല്ലാഹുവിന്റെ ഹബീബ് നിന്നെ തിരിച്ചറിയണമെങ്കിൽ വുളൂ ചെയ്യണം മോനെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഹൗലിന്റെ ഭാഗത്ത് നിന്ന് നമ്മളെ കാത്തു നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം കോരി തരാരാ. കസ്തൂരിയേക്കാൾ വാസനയില്ല, അതുപോലെ പാലിനേക്കാൾ വെണ്മയില്ല, തേനിനേക്കാൾ മാധുര്യമുള്ള, ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പൈതാഹം എന്തെന്നറിയാത്ത ഹൗലുൽ കൗസർ എന്ന പുണ്യമായ വെള്ളം കോരി തരാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ഹൗലിന്റെ ഭാഗത്ത് നിൽക്കുകയാ. പോകുന്നവിടെ കയ്യും കാലും മുഖവും വെളുത്തിരിക്കുമ്പോ ഓരോരുത്തരെ വിളിച്ചിട്ടവർക്ക് പാനം നൽകുകയാ. ഈ ഒരു ഭാഗ്യം വേണോ ജീവിതത്തിൽ? ഒളിവോടുകൂടി നടക്കുക. സ്വർഗം കണ്ട് മടങ്ങി വന്നപ്പോൾ റസൂലുള്ള ചോദിച്ചല്ലോ, ബിലാലേ, നീ എന്താണ് പുണ്യം ചെയ്യുന്നത്? ഞാൻ അറിയാത്ത ഏതോ ഒരു അമല് നിനക്കൊണ്ട് ബിലാൽ തങ്ങൾ ചോദിച്ചു, റസൂലേ, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ബിലാൽ തങ്ങളോട് റസൂലുള്ള പറയുന്നു, ബിലാലേ, ഞാൻ സ്വർഗത്തിൽ ഇങ്ങനെ ഉലാത്തുമ്പോ അള്ളാന്റെ സ്വർഗമുണ്ടല്ലോ, ആ അനുഗ്രഹീതമായ സ്വർഗത്തിൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ മുന്നിൽ ബൈന യദൈ ഫിൽ ജന്ന, എന്റെ മുന്നിൽ, എന്റെ പിന്നിലല്ല, എന്റെ മുന്നിൽ ഞാൻ നിന്റെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം കേട്ടു. നീ അതിനു മുമ്പേ നടക്കുന്നത് ഞാൻ കണ്ടു ബിലാലേ. അതിനുമാത്രം എന്ത് അമലാണ് നീ ചെയ്തത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ ചെയ്യുന്നത് അങ്ങും സഹാബത്തിന് പറഞ്ഞു കൊടുത്തു തന്നെയാ ചെയ്യുന്നത്, അല്ല എന്തോ ഒന്ന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നീ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ എപ്പോഴും ഒളു മുറിഞ്ഞാൽ ആ സെക്കൻഡിൽ ഞാൻ ഒളുവെടുക്കും നബിയേ. വീണ്ടും ആ ഒളു ഞാൻ പൊന്നുപോലെ കാപ്പ് സൂക്ഷിക്കുന്നു. ഒളു മുറിയുന്നത് എപ്പോഴാണോ പെട്ടെന്ന് ഞാൻ ഒളുവെടുക്കും. ഇതെന്റെ ശൈലിയാണ്. ഒളു ഇല്ലാതെ ഞാൻ നിന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോ അതാണ് കാരണമെന്ന് അഷ്റഫുൽ ഖൽഖ് സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ ഒളു ചെയ്യുന്നവരെ നാളെ റസൂലുള്ള തിരിച്ചറിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്തണം. ഇവിടുത്തെ എല്ലാ അനുഭൂതികളും ഇവിടുത്തെ എല്ലാ ആസ്വാദനങ്ങൾക്കും അപ്പുറത്ത് അള്ളാഹു നമ്മളെ, അവന്റെ ഹബീബ് നമ്മളെ ഹബീബിന്റെ തണലിൽ ഒരുമിച്ച് കൂടണം. അവിടുത്തെ ലിവാഉൽ ഹംദിൽ നമ്മൾ ഒരുമിച്ച് കൂടണം. ഇത് വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഇനി അരമണിക്കൂർ കൂടി അവശേഷിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്ക് അത്രയും വലിയ, നമുക്ക് മാത്രം അള്ളാഹു തന്ന പ്രത്യേകതയാണ്.
നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നമ്മുടെ സമുദായത്തിന് മാത്രമുള്ള പ്രത്യേക തജാവസ അൻ ഉമ്മത്തി അൽ ഖതഅ വന്നിസ്യാന വമസ്തുക്രിഹു അലൈഹി. ഈ 3 കാര്യങ്ങൾ നമുക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തിരിക്കാൻ. ഒന്ന് ഖതഅ, ഒരു ചെറിയ പിഴവ് പറ്റിപ്പോയി. ഒരാളടുത്ത് നമ്മൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അടി ഉറപ്പാ. അങ്ങനെ സംഭവിച്ചു പോയി, എന്ത് ചെയ്യാനാ? അടി ഉറപ്പാ. ഒരുത്തനെ കുത്തി, നേരെ ചെന്നു. ഇപ്പോഴല്ലേ, കഴിഞ്ഞ ഏതാനും ആഴ്ചക്ക് മുമ്പ് കൂട്ടുകാരെല്ലാം കൂടെ കാറിൽ വരുന്നു, പെട്രോൾ പമ്പിൽ കയറുന്നു, എണ്ണ അടിക്കുന്ന ചർച്ച വരുന്നു. 500 രൂപ എണ്ണ അടിക്കാനെന്ന് പറയുന്നു, തരില്ല എന്ന് പറയുന്നു, വഴക്കുണ്ടാകുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, ഇന്റർലോക്ക് എടുക്കുന്നു, അവന്റെ തലയടിച്ച് പൊട്ടിച്ച് അവൻ മരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് കാരണം? നിസ്സാര കാരണം. ഭൂമിയിൽ ആരെങ്കിലും കൊന്നിട്ട് നേരെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാ, ഞാൻ ദാ ഈ കത്തി കൊണ്ടൊരുത്തനെ കുത്തിക്കൊന്നിരിക്കാൻ, പറ്റിപ്പോയി. എന്നാലോ ശിക്ഷ ഉറപ്പാ. പക്ഷെ അള്ളാന്റെ മുന്നിൽ വന്നിട്ട് പറയാ, പടച്ചോനെ പറ്റിപ്പോയി, രക്ഷ ഉറപ്പാ. അള്ളാഹു നമ്മളെ രക്ഷിക്കും, ശിക്ഷിക്കില്ല. പറ്റിപ്പോയി റബ്ബേ, ഖതഅ. രണ്ടാമത് ഈ ഉമ്മത്തിന് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്ത് എന്താണെന്നറിയോ? നിസിയാൻ, മറതി. നോമ്പാണ്. 5 മണിയായപ്പോഴേക്കും ഒരു കാക്ക ഇരുന്ന് നല്ല പഴംപൊരിയും ചായയും തട്ടുകയാണ്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ബിരിയാണി വാരി അടിക്കുകയാണ്. കെട്ടികൾ നോക്കുമ്പോ ഭർത്താവ് ചോറിട്ട് കഴിക്കുകയാണ്. നിങ്ങൾക്ക് നോമ്പല്ലേ? അള്ളാഹുവേ, ഞാൻ മറന്നുപോയി. ഇനിയിപ്പോ എന്താ, പ്ലേറ്റിലുള്ളത് എല്ലാം തിന്നു തീർന്നിരിക്കുക. അവന് നോമ്പുണ്ടോ ഇല്ലേ? നോമ്പുണ്ട്. അവൻ മറന്ന് ചെയ്തു പോയ കാര്യത്തിന് അല്ലാഹു തജാവസ അൻ ഉമ്മത്തി, എന്റെ സമുദായത്തിന് അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു മസല ഉണ്ട്, അത് പറഞ്ഞാൽ ശരിയാവൂല. ചില കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തേത് വമസ്തുക്രിഹു അലൈഹി. ഇങ്ങനെ ഒരു ബാറ് തുടങ്ങി, ഞാൻ അതിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ നാട്ടിൽ ഇറങ്ങുമ്പോൾ അവിടെ നാട്ടുകാരൊക്കെ ഹാ ഹൂ ഒക്കെ ആയി. കാരണം എന്താ? നിങ്ങൾ പരവൂരില് ബാറ് തുടങ്ങി എന്ന് പ്രസംഗിച്ച് എന്തിനാ? ഇത് നല്ലവരൊന്ന് കേൾക്കണ്ടേ ഈ ശൈത്താന്മാര്? ഈ പറയുന്ന എന്താന്ന് കേൾക്കണ്ടേ? ജുമയ്ക്ക് ഞാൻ പ്രസംഗിച്ചു, റബീഉൽ അവ്വൽ എത്തിയപ്പോ ഇതേപോലെ കളർ ബൾബൊക്കെ ഇട്ടപ്പോ കുട്ടികളുടെ ആഗ്രഹമല്ലേ, ഞാൻ പറഞ്ഞു അല്പം ഒന്ന് വ്യത്യസ്തത വരുത്തിയിട്ട് കുറച്ച് കളർ ബൾബൊക്കെ ആവാം. കളർ ബൾബൊന്നും കുഴപ്പമൊന്നും ഉള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞിങ്ങ് ഇറങ്ങി. ജുമാ കഴിഞ്ഞിങ്ങ് ഇറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങൾ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, ഏത് പറഞ്ഞതിനോട്? കള്ളം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ കളർ ബൾബാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലെന്നാ ഞാൻ പറഞ്ഞേ. അപ്പൊ കേൾക്കുന്ന ഒന്ന്, പറയുന്ന ഒന്ന്, ഇതല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ സ്പഷ്ടമായി പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു തിന്മ ഉണ്ടായാൽ 3-4 രീതി അവലംബിക്കണം. ഇല്ലെങ്കിൽ പടച്ചോൻ സത്യം നാട്ടിലെ ഒരുത്തനെ അള്ള വിടൂല. അതിന് തെളിവുണ്ട് ഖുർആനിൽ. ഖുർആൻ തെളിവാണ്. 3-4 രീതി ഏതാ? ഒന്ന്, കൈ കൊണ്ട് ഓടി ചെന്നിട്ട് കള്ളു കുടിയാണെങ്കിൽ അവന്റെ കുപ്പി വാങ്ങിയിട്ട് ദൂരെ എറിയണം. പറ്റുമോ? ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? വിഷമിക്കണ്ട. അഷ്റഫുൽ ഖൽഖല്ലേ, കാരുണ്യത്തിന്റെ പ്രവാചകനല്ലേ, ഒരു പടി കൂടി താഴെ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഔ ബിലിസാനിഹി, ചെന്നിട്ട് അവനോട് പറ, നീ വലിച്ചെറിയാൻ നിൽക്കണ്ട, ചെന്നിട്ട് പറ, മോനെ ഇത് തെറ്റാണ്. ഇല്ല, ഞാൻ എങ്ങനെ പറയും അവനോട്? പറഞ്ഞ അവന്മാരെല്ലാം പറയാൻ പാടില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് കഞ്ചാവിനെ പറ്റി മിണ്ടിയാൽ തീർന്ന്. നമ്മളൊക്കെ വാഴതിനിപ്പോ കഞ്ചാവിന്റെ കാര്യം മിണ്ടത് തന്നെ ഇല്ല. കാരണം എന്താണെന്നറിയോ? 3 മക്കൾ കിടക്കുന്നത്, പോണ വഴിയിൽ വളഞ്ഞിട്ട് അപ്പോഴേ വെട്ടിക്കൊല്ലുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്സാര കാര്യം മതി. യുവത്വത്തിന്റെ ആ ഒരു തീവ്രമായ ആ തിളപ്പിന്റെ സമയമുണ്ടല്ലോ, ചെറുപ്പക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലത്. നീ നാവ് കൊണ്ട് പറ, മോനെ ഇത് തെറ്റാണ് എന്ന്. നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഔ ബിഖൽബിഹി, ഹൃദയം കൊണ്ട് ആ തെറ്റിനെ നീ വെറുക്കണം. അവനെ സാക്ഷി വിളിക്കരുത്, അവനെ പള്ളി കമ്മിറ്റി കയറ്റരുത്, അവനോടൊപ്പം ചേരരുത്, അവന്റെ സാക്ഷ്യം വഹിക്കുന്നത് അംഗീകരിക്കരുത്. മോളെ കെട്ടിക്കാൻ നേരിട്ട് സാക്ഷി ആരാ?
മൂക്കറ്റം കുടിച്ചിട്ട് കണ്ണും ചുമന്നിരിക്കുന്ന കുടിയനെ സാക്ഷിയാക്കാൻ പാടില്ല. പിറ കണ്ടു എന്ന് പറഞ്ഞു. ആരാ? അവനാ, അവൻ കുടിയനാ. സ്വീകരിക്കരുത്, സാക്ഷി നിർത്താൻ കൊള്ളില്ലവനെ. ഖൽബ് കൊണ്ട് നീ അവനെ മാറ്റി നിർത്തണം. ഇതാണ് ഏറ്റവും ബലഹീനമായ ഈമാൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ബലഹീനമായ ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതില്ലാത്തവൻ. ഈമാൻ, ഇതാണ് ബലഹീനമായ ഈമാൻ എന്നതിന്റെ അർത്ഥം എന്താ? ഒരു തെറ്റ് കണ്ടിട്ട് കൈ കൊണ്ടോ നാവ് കൊണ്ടോ ഹൃദയം കൊണ്ടോ വെറുക്കാത്ത ഒരാൾ ഏറ്റവും ലോക്കൽ ഈമാൻ, അൽഅഫുൽ ഈമാൻ, ഏറ്റവും താഴ്ന്ന ഈമാൻ അതാണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് അവനായി അവന്റെ പാടായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനോടൊപ്പം തോളിക്കൈയിട്ട് നടന്നതിന്റെ അർത്ഥം എന്താ? ഈ ബലഹീനമായ ഈമാൻ പോലും നിനക്കില്ലെന്നതിന്റെ അർത്ഥം. നിനക്ക് ആ ബലഹീനമായ ഈമാൻ പോലും ഇല്ല, പിന്നെങ്ങനാ നീ മുഅ്മിനാവുക? അതുകൊണ്ട് തെറ്റ് കണ്ടാൽ എതിർക്കണം. ഒരാൾ എതിർത്താൽ മതി, നാട്ടിലെ ഒരാൾ മതി. ഇല്ലെങ്കിലോ സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്തവന്റെ പേര് ഗുദ്ദാർ. സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്തവന്റെ പേര് ഗുദ്ദാർ. തലേ ദിവസം സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം ജലാശയത്തിൽ നിന്ന് മുഴുവനും വെള്ളം കുടിച്ചു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അവന്റെ കള്ളുകുപ്പിയിൽ വെള്ളമൊഴിക്കാനില്ലാതെ ജലാശയം മുഴുവനും വറ്റിക്കിടക്കുന്നത് കണ്ടപ്പോൾ കൂട്ടുകാര് പറഞ്ഞു, സാലിഹിന്റെ ഒട്ടകം ഇന്നലെ കുടിച്ചു വറ്റിച്ചതാന്ന് പറഞ്ഞു, ഇന്ന് ഞാനതിനെ കൊല്ലുമെന്ന് പറഞ്ഞു. ഗുദ്ദാർ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ദൃഷ്ടാന്തമായി അല്ലാഹു നൽകിയ കറുത്ത വലിയ പാറക്കെട്ടിൽ നിന്ന് പേറ്റുനോവിന്റെ വേദനയും ഞരക്കത്തോടുകൂടി പുറത്തേക്ക് വന്ന ദൃഷ്ടാന്തമായ അള്ളാഹുവിന്റെ ആയത്തായ ഒട്ടകത്തെ കൊന്നുകളഞ്ഞ ഗുദ്ദാർ. അള്ളാഹു ഗുദ്ദാറിനെ പറ്റിയിട്ട് ഖുർആനിൽ പറഞ്ഞത് അഖറഹ, അവൻ ആ ഒട്ടകത്തെ അറുത്ത് കളഞ്ഞു എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആൻ നോക്ക്, അല്ലാഹ് പറഞ്ഞത് ഫകദ്ദബൂഹു ഫഅഖറൂഹ, അവരെല്ലാരും കൂടി അറുത്തു എന്നാ പറഞ്ഞത്. ഇല്ല, ഒരാൾ മാത്രമേ അറുത്തിട്ടുള്ളൂ ഒട്ടകത്തെ. പക്ഷേ അല്ലാഹു തആല ഒരു സമൂഹത്തിന്റെ മേൽ മുഴുവനും അല്ലാഹു തആല ആ തിന്മയുടെ തിക്തഫലത്തെ അല്ലാഹു തആല അത് മുഴുവനും അവരുടെ മേൽ ചാർത്തി കൊടുത്തതിന്റെ പേരിൽ എന്നറിയോ? ഒരുത്തം പോലും ചെയ്യരുതടാ എന്ന് പറയാൻ ആ മണ്ണിൽ ഉണ്ടായില്ല. ഒരുത്തനെങ്കിലും മോനെ നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലാഹു അഖറഹ എന്നേ പറയുമായിരുന്നുള്ളൂ. പക്ഷെ ഏവനും അതിനു വേണ്ടി കിട്ട് സ്തുതി പാടകരായപ്പോൾ അല്ലാഹ് പറഞ്ഞു അഖറുഹ, എല്ലാവരും കൂടി അതിനറുത്തത്. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ വലാ യഖാഫു ഉഖ്ബഹ. അല്ലാഹ് പറഞ്ഞു ഒരുത്തനെയും വിട്ടില്ല, മുഴുവനും നാട്ടുകാരെയും അല്ലാഹ് നശിപ്പിച്ചു കളഞ്ഞു. ഇനി വരാൻ പോകുന്നത് എഴുതി വെച്ചോ. കോവിഡിൽ നമ്മൾ പഠിച്ചില്ല, കല്യാണത്തിന് കാണിച്ചു കൂട്ടുന്നതുണ്ടല്ലോ, ബർത്ത്ഡേക്ക് ക്ലോസറ്റിന്റെ മോഡലില് കേക്ക്, അതില് വിസർജനം കിടക്കുന്നത് പോലെ കേക്കിനോടൊപ്പം അത് കൊടുത്തിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ട് നിന്നിട്ട് ആടുക. എന്നിട്ട് ഇതിനെതിരെങ്കിലും ഏതെങ്കിലും മൊയ്ലിയാക്കന്മാര് പ്രസംഗിച്ചാൽ അവരുടെ മണ്ടയ്ക്ക് കയറുകയാ. എന്നിട്ട് ഭക്ഷണത്തിന്റെ കാര്യങ്ങളിൽ അങ്ങനെ. പിന്നെന്തൊക്കെയാ ഭക്ഷണം? ഈ ഭക്ഷണത്തിൽ തന്നെ പല മോഡലില് പല രീതിയിലും മനുഷ്യന്റെ അവയവങ്ങളുടെ മോഡലില് ഭക്ഷണം, കേക്ക്, അത് ഇത് ഈ രീതിയിൽ ഭക്ഷണത്തിനോട് മര്യാദ കാണിക്കുന്നില്ല. റബിയുൽ അവ്വലിൽ തന്നെ റാലി നടക്കുമ്പോൾ എറിഞ്ഞു കൊടുക്കാണ് മുട്ടായി. എറിഞ്ഞു കൊടുക്കുന്നത് വാങ്ങി തിന്നണ്ടെന്നല്ലേ ഇസ്ലാമിന്റെ നിയമം ഫിഖ് പറയുന്നത്? എറിഞ്ഞു കൊടുക്കാൻ പാടില്ലെന്നല്ലേ പറയുന്നത്? അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോഴും അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൊഫേ സംസ്കാരം എന്ന പേരില് കല്യാണത്തിന്റെ തിളപ്പ് കൂട്ടാൻ വേണ്ടി കിട്ട്, തിളക്കം കൂട്ടാൻ വേണ്ടി കിട്ട്, പണക്കാരന്റെ കാശിന്റെ മോടി കാണിക്കാൻ വേണ്ടി കിട്ട്, കാളകളെ പോലെ നിന്ന് തിന്നാൻ വേണ്ടി കിട്ട് പ്ലേറ്റ് എറിഞ്ഞു കൊടുത്തിട്ട് ബൊഫേ സംസ്കാരം നടത്തുമ്പോ ഇനി ഉണ്ടാകാൻ പോകുന്ന പടച്ചവന്റെ പരീക്ഷണം എന്താണെന്നറിയോ? ഭക്ഷണക്ഷാമമായിരിക്കും. എഴുതി വെച്ചോ നിങ്ങൾ. കടിച്ചു കീറി തിന്നേണ്ടി വരും, വാഗൺ ട്രാജഡി പോലെ. വിശപ്പിന്റെ വിളിയാളം മൂലം കഴിക്കാൻ ഭക്ഷണമില്ലാതെ കൂടപ്പറപ്പുകളെ കടിച്ച് മാന്തി പറിച്ച് തിന്നുന്ന കാലം വരും. കാരണം അല്ലാഹു തന്ന ഭക്ഷണം വജീനത്തോട് കാണിക്കുന്ന നമ്മുടെ ആ അവഗണന, ആ വൃത്തികെട്ട നമ്മുടെ ഇടപെടലുകൾ അല്ലാഹു വിടൂല. ഭക്ഷണം വേസ്റ്റാക്കുന്നതിനോടുള്ള നമ്മുടെ സമീപനം അതൊക്കെയും വളരെ ഗൗരവത്തിൽ കണ്ടോളി. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തെറ്റ് കണ്ടാൽ എതിർക്കണം. മൂന്നാമത് അല്ലാഹ് പറയുന്നു മുത്തുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കുന്നവരാകണം. ഈമാൻ വേണം സഹോദരിമാരെ, ഈമാനുള്ളവരായി നമ്മൾ മാറണം. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത മറ്റൊന്നെന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വഅഖിമിസ് സ്വലാത്ത തുറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസ
ഹസനാതി യുദ്ഹിബിന സയ്യിആത്. സൂറത്ത് ഹൂദിൽ അല്ലാഹ് പറയുകയാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടല്ല പറയുകയാ, നിസ്കാരം കൊണ്ട് നിങ്ങളുടെ ചെറുപാപങ്ങളെ അല്ലാഹ് അങ്ങ് പുറത്തു തരുന്നതാ. ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇപ്പൊ ഇശാ നിസ്കരിച്ചിട്ടല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? ഇശാ നിസ്കാരം മഗ്രിബ് മുതൽ ഇശാ വരെയുള്ള എല്ലാ ചെറിയ പാപങ്ങളെയും പുറത്തു. അൽഹംദുലില്ലാഹ്. ഇനി നിങ്ങൾ സുബഹി നിങ്ങൾ നിസ്കരിക്കൂലേ? ആ സുബഹി നിസ്കാരം ഇശാ മുതൽ സുബഹി വരെയുള്ള ചെറുപാപങ്ങളെ അല്ലാഹു തആല പുറത്തു തരും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സലാത്തുൽ ഖംസ് മുകഫിറാത്തുൽ ലിമാ ബൈനഹുൻ റവാഹു മുസ്ലിം. നബി മുഹമ്മദ് മുസ്തഫ. ഒരു 5 നേരത്തെ നിസ്കാരം, ആ നിസ്കാരങ്ങളുടെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കും. അൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി കഫാറ. ഒരു ജുമുഅക്ക് വന്നാൽ അടുത്ത ജുമുഅയ്ക്കൂടെ വന്നാൽ ഈ 2 ജുമുഅയുടെ ഇടയിലുള്ള ചെറിയ പാപങ്ങൾ അല്ലാഹ് പുറത്തു തരും. ഒളു എടുക്കുമ്പോൾ വെള്ളത്തിന്റെ തുള്ളികളോടൊപ്പം പാപത്തിന്റെ കറകൾ ഒഴുകിപ്പോകും. സുബ്ഹാനല്ലാഹ്. അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാനി റളിയല്ലാഹു അൻഹു, അങ്ങനെ ഒരു ഇമാം ഉണ്ടായിരുന്നു, ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, ഒരു മുദരിസ് ഉണ്ടായിരുന്നു, ഒരു ഖത്തീബ് ഉണ്ടായിരുന്നു. മൂപ്പര് നല്ല ധനാഢ്യനാണ്. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തൊരു ചെറുപ്പക്കാരൻ വുളു എടുക്കുന്നുണ്ട്. അവനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ നീ ഉമ്മായും ബാപ്പായും പറഞ്ഞ അനുസരിക്കൂലല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? നീ ഒലുവെടുത്തപ്പോൾ നിന്റെ മുഖത്ത് നിന്നും കൈകാലുകളിൽ നിന്നും വെള്ളത്തിന്റെ തുള്ളികൾ നിലത്തേക്ക് ഇറ്റു വീണപ്പോൾ അതിലുണ്ട് മോനെ നീ ഉമ്മയും വാപ്പയും അനുസരിക്കാത്ത ധിക്കാരത്തിന്റെ അടയാളങ്ങൾ, കറകൾ അതിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, ഒലുവെടുക്കുമ്പോൾ ഒലുവിന്റെ വെള്ളത്തുള്ളികളോടൊപ്പം പാപത്തിന്റെ തുള്ളികൾ കൊണ്ട് പാപത്തിന്റെ കറകളും തുള്ളികളും പുള്ളികളും നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ നിന്ന് താഴേക്ക് ഇറ്റു വീഴുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതല്ലേ? ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിച്ചാൽ മതി. അത് ആണുങ്ങളെ നോക്കി പെണ്ണുങ്ങളെ നോക്കി ചിരിച്ചാൽ മതി, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മോന്തൊക്കെ ചിരിച്ചോണ്ടിരിക്കൊന്നും വേണ്ട. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചാൽ ഫഹിയ സ്വദഖ, അതിന് ധർമ്മമാണ്, അത് സ്വദഖയാണ്. കണ്ടാ ചിരിക്കാൻ മനസ്സില്ലാതെ കണ്ടാൽ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അല്ലാഹു കോവിഡ് കൊടുത്തപ്പോൾ പിന്നെ കണ്ടാ ചിരിക്കണമെന്നുണ്ട്, പക്ഷെ ചിരിച്ചാരണമെന്ന് പറഞ്ഞു. പള്ളിയിൽ ഇമാമ നിസ്കരിക്കാൻ മെഹ്റാബിനകത്ത് കയറിയിട്ട് ഇസ്തവൂ ഇഅ്തദിലൂ വസ്തഖീമൂ വതറാസൂ എന്ന് പറയുമ്പോ അടുത്ത് നിൽക്കുന്ന ആള് ആരാണെന്ന് നോക്കിയിട്ട് കാല് അടുക്കലേക്ക് മാറ്റി വെച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ കോവിഡ് വന്നിട്ട് ചേർന്ന് നിൽക്കണമെന്ന് പൂതിയുണ്ട്. പക്ഷേ സോഷ്യൽ ഡിസ്റ്റൻസ്, ഒരു കൈയകലത്തിൽ മാറി നിൽക്കാൻ ഗവൺമെന്റ് കൽപ്പിച്ചു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് മറ്റൊരുത്തന്റെ വിഷമം മാറ്റിക്കൊടുക്കാൻ നീ പോകുന്ന യാത്ര നിനക്ക് നിന്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് പഠിപ്പിച്ചപ്പോൾ വീട്ടിനകത്ത് ചടഞ്ഞിരുന്നിട്ട് താനും തന്റെ പെണ്ടാട്ടിയും തന്റെ തട്ടാനുമെന്ന തത്വമനുസരിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പാതിരാത്രിയുടെ നിശബ്ദതയിൽ പ്രഖ്യാപിച്ചു, ലക്ഷ്മണരേഖയ്ക്ക് പുറത്തിറങ്ങരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു നമ്മളെ കൊണ്ട് തന്നെ, എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ അല്ലാഹു തആല അതിന് പണിയൊപ്പിക്കുക.